ഇത് കണ്ടോ ആട്ടോ, ഇതാണ് ബുഷ് എന്ന് പറയുന്നത്. ബുഷ് ഇതേപോലെ ബുഷാക്കി നിർത്തുമ്പോഴാണ് ആ ചെടിയായി മാറുന്നത്. പ്രൂൺ ചെയ്ത് അറേഞ്ച് ചെയ്ത രീതിയിലാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് നിലത്തിരുന്നതിനെ പറിച്ചെടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ചെടിയുടെ ഇഷ്ടത്തിന് വിട്ട് കഴിഞ്ഞാൽ പകുതിയും പക്ഷികൾ കൊണ്ടുപോകത്തുള്ളൂ. നമുക്ക് ഉൽപ്പാദനം എടുക്കാൻ കഴിയണോ, ഇതുപോലെ പ്രൂൺ ചെയ്ത് ഒതുക്കി പ്ലാന്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിവിടെ പല വെറൈറ്റിയിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയിലാണ് ഈ പ്ലാന്റേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കേരളീയർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമാണ് തെങ്ങ്. തീർച്ചയായിട്ടും ഈ പ്ലാന്റേഷനിൽ കുറച്ച് തെങ്ങുകൾ വേണമെന്ന ഒരു റെക്കമെൻഡേഷൻ നമ്മുടെ ക്ലയൻറ്റിൽ നിന്നുണ്ടായിരുന്നു. അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഒരിനം എന്ന് പറയുന്നത് ഗംഗാബോണ്ടമാണ്. ഈ ചെടികളെല്ലാം ഇപ്പോൾ പുനർജനി ടീമിൻ്റെ മെയിൻ്റെനൻസിനാണ് നടക്കുന്നത്. അവർ മാസം തോറും ഓരോ മെയിൻ്റെനൻസും ചെയ്യാറുണ്ട്. മരുന്ന് വേണമെങ്കിൽ മരുന്നും ചെയ്യാറുണ്ട്, അല്ലാതെ വെട്ടി നിർത്താനാണെങ്കിൽ വെട്ടി നിർത്താറുമുണ്ട്. അങ്ങനെ വെട്ടി നിർത്തിയുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ചെടികളും ബുഷായിട്ടും വളരെ കായ്ഫലത്തോടും കൂടി കിളിച്ച് നിൽക്കുന്നത്. മികച്ച ക്വാളിറ്റിയുള്ള ചുളകൾ ഏറ്റവും മധുരത്തോടു കൂടി ലഭ്യമാകണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് J33 എന്ന് പറയുന്നത്. അതെ, ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് പോലെ തന്നെ നമുക്ക് ഏതൊരു പ്ലാന്റേഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരെണ്ണമാണ്. ഇതിൻ്റെ കായ കട്ട് ചെയ്ത് ഇതിനകത്തൊരു മിൽക്ക് പോലെയുള്ള ഒരു ലിക്വിഡ് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണിത്. പ്ലാന്റേഷനുകൾ പൂർണ്ണമായിട്ടും ജൈവികമായ വളപ്രയോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലാന്റേഷനുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മോടൊപ്പം ഇന്ന് വീഡിയോയിൽ ചേരുകയാണ്. കൃഷി ഓഫീസർ പോലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇദ്ദേഹം ചെയ്ത് കൊടുക്കുന്ന പ്ലാന്റേഷനുകൾ അത് കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു കൗതുകം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ചെയ്ത് കൊടുത്ത പ്ലാന്റേഷൻ കണ്ടപ്പോൾ ഞാനടക്കം ഞെട്ടിയെന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് ഇദ്ദേഹം പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. നമുക്ക് ഈ വീഡിയോയിലേക്ക് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം അരുൺ. ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ദീപൻ വേണു എന്നാണ്. ഞാൻ കൊല്ലം കുണ്ട്ര പെരുമ്പിട സ്വദേശിയാണ്. ഞാനൊരു 13 കൊല്ലം പ്രവാസിയായിരുന്നു. ഞാൻ ബേസിക്കലി ഒരു ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ്. എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ പൂർണ്ണമായിട്ടും കൃഷിയേതര വ്യവസായമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിരവധി അവാർഡുകൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കൊല്ലം ജില്ലയിലെ മികച്ച ജൈവകർഷകനുള്ള അവാർഡ്, അതേപോലെ തന്നെ അക്ഷയശ്രീ അവാർഡ് 2023-24 മികച്ച ജൈവകർഷകനുള്ള അക്ഷയശ്രീ അവാർഡ്. അതുകൂടാതെ ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജൈവ കൃഷിയിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. അതേപോലെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അപ്രൂവ്ഡ് ഓർഗാനിക് ഫാർമർ എടുത്തിട്ടുണ്ട്, കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മണ്ണുത്തി കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് പാസ്സായിട്ടുണ്ട്. അതേപോലെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ LRP ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കാർഷിക മേഖലയുമായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിലുപരി പുനർജനി ഇക്കോ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. ആ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 600ഓളം കർഷകരെ കൃഷി പഠിപ്പിക്കുകയും അവരുടെ സംശയങ്ങൾക്കുള്ള നിവാരണം നടത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്ലാന്റേഷനുകൾ പൂർണ്ണമായിട്ടും ജൈവികമായ വളപ്രയോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലാന്റേഷനുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്ലാന്റേഷൻ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നതും ചെയ്ത് കൊടുക്കുന്നതും. അതിൽ വ്യത്യസ്തത കണ്ടെത്തുക എന്നുള്ളതാണ്. വ്യത്യസ്തത എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ ഒരുപാട് പ്ലാന്റുകൾ വയ്ക്കുന്നതിലല്ല കാര്യം. ആ വയ്ക്കുന്ന പ്ലാന്റുകൾ കൃത്യമായ അകലത്തിൽ, കൃത്യമായ പരിചരണത്തിലൂടെ, കൃത്യമായ വളപ്രയോഗത്തിലൂടെ അതിൻ്റെ ഒരു ഉൽപ്പാദനത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് പുനർജനി എന്ന എൻ്റെ ഈ ഒരു പ്രസ്ഥാനം അവലംബിക്കുന്നത്. അതുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇദ്ദേഹത്തെ എന്നെ പരിചയപ്പെടുത്തിയാലും ഈ ഒരു പ്ലാന്റേഷൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റേഷൻ ഈ പ്ലാന്റേഷൻ്റെ ഓണറിൻ്റെ മകനാണ് നമ്മുടെ ഒപ്പം വീഡിയോയിലുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയാലും ഒരു കൃഷി ഓഫീസറാണ്. അപ്പോൾ കൃഷി ഓഫീസറെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അത്രത്തോളം അദ്ദേഹത്തെ ഉറപ്പുള്ള ഒരാളായിരിക്കും റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ അറിയുന്നതും. ആദ്യം ഞങ്ങൾ ഷോപ്പ് ചെയ്തു അല്ലേ, അത് നമ്മൾ ഷോപ്പിൽ വന്ന് വീഡിയോ ചെയ്തു. പൂർണ്ണമായിട്ടും ജൈവ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്ന, കൃഷി അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കർഷകനാണ് ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്തു കൊടുക്കുന്ന പ്ലാന്റേഷൻ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്ലാന്റേഷനുകൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തുകൊണ്ട് നമുക്കിതുപോലൊന്നും ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ കുറഞ്ഞ സ്ഥലമുള്ളവർ പോലും ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ വിളിക്കുന്ന നിരവധി ഒരുപാട് പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള വർക്കുകൾ കിട്ടാറുണ്ട്. നമ്മൾ ഒരുപാട് പ്ലാന്റേഷനുകൾ ചെയ്യുന്നുണ്ട്.
പൂർണ്ണമായിട്ടും അതെല്ലാം ജൈവികമായിട്ടാണ് ചെയ്യുന്നതും. അതുമാത്രമല്ല, നമ്മൾ ഒത്തിരി പ്ലാന്റുകൾ ഇത് വെച്ച് കൊടുക്കുന്ന ഒരു രീതിയിലല്ല നമ്മൾ അവലംബിക്കുന്നത്. അതിൻ്റെ ഒരു കനോപ്പി, അതായത് ഓവർലാപ്പിംഗ് കനോപ്പി എന്ന് പറയും. ഒരു ചെടിയുടെ ശാഖകൾ മറ്റൊരു ചെടിയുമായിട്ട് ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ പ്ലാന്റേഷൻ ചെയ്യുന്നതും. അതുപോലെ ശാസ്ത്രീയമായ വളപ്രയോഗങ്ങൾ മാത്രമാണ് നമ്മൾ അവലംബിക്കുന്നത്. ശാസ്ത്രീയമായ ജൈവിക വളപ്രയോഗങ്ങൾ, അതിന് നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത് ഗ്രീൻ പ്ലാനറ്റ് എന്ന കമ്പനിയുടെ ജൈവ വളങ്ങളാണ്. ഓക്കെ, ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, എടുത്തു പറയേണ്ട കാര്യമല്ല. ഒരുപാട് പ്ലാന്റേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില എന്താ കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ വീഡിയോ താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം മാക്സിമം തൈ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ തൈകൾ കൂടുതൽ ചിലവാകാൻ വേണ്ടിയിട്ട് തൈകൾ അടുപ്പിച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാന്റേഷനിൽ പൂർണ്ണമായിട്ടും വന്ന് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലായെന്ന് പറഞ്ഞാൽ തൈകൾ അങ്ങനെ അടുപ്പിച്ചൊന്നുമല്ല വെച്ചിട്ടുള്ളത്. അത് പൂർണ്ണ വളർച്ച എത്തിയാൽ പോലും ഒരു ചെടിയെ മറ്റൊരു ചെടി ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിലാണ് പറഞ്ഞത്. നമ്മൾ ഒത്തിരി ചെടികൾ വെക്കുന്നതിലല്ല കാര്യം, ആ ചെടിയെ ശാസ്ത്രീയമായിട്ട് പരിചരിക്കുമ്പോഴാണ് അതിന് കൃത്യമായിട്ടൊരു ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിന്റെ ഒരു പ്രൂണിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഈ ഏരിയയിലൊക്കെ അറിയപ്പെടുന്നത് പറഞ്ഞാൽ പ്രൂണിങ് കിങ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത പ്രൂണിങ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ രീതിയിലൊക്കെ പ്രൂൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇദ്ദേഹം ചെയ്തു കൊടുത്ത തോട്ടങ്ങൾ വന്ന് കണ്ടു നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അതിശയപ്പെട്ടു. ആ രീതിയിലാണ് പ്രൂൺ ചെയ്ത എല്ലാ നിരത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളും മരങ്ങളും നമുക്ക് കയ്യെത്തും ദൂരത്ത് അല്ലെ ഫലങ്ങൾ പറിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്. ഉയരത്തിൽ നിർത്തുമ്പോൾ മാത്രമാണ് അതിന്റെ പൂർണ്ണ ഉൽപാദനം നമ്മൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വൃക്ഷങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു 70% നമുക്ക് ലഭ്യമാകുന്നില്ല. ഇതിന് പ്രധാന കാരണം അതിന്റെ ഹൈറ്റ് തന്നെയാണ്. അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് പ്രാപ്തരല്ല നമ്മൾ. ഇപ്പോഴത്തെ കാലത്ത് മരത്തെ കയറുന്ന ഒരാളെ ലഭ്യമാകുന്നത് തന്നെ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ മിനിയേച്ചർ ഫോമിൽ നമുക്ക് ഇതിനെ എങ്ങനെ വളർത്താം, അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത് നമ്മളുടെ ഒരു കൺട്രോൾ ലെവലിൽ ഇതിനെ എങ്ങനെ വളർത്താം എന്നുള്ള രീതി നമ്മളിവിടെ പൂർണ്ണമായിട്ടും അവലംബിച്ചിരിക്കുന്നത്. ഈ ഒരു ചെറിയ ഏരിയ ആണെങ്കിൽ പോലും ഇതിനകത്ത് കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെടിയുടെ വളർച്ച നമുക്ക് ഒരു 5 വർഷത്തിൽ എത്രമാത്രം ആകുമോ ആ വളർച്ച നമ്മൾ അഡ്വാൻസ് ആയി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് തീരുമാനിക്കുന്നതും ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രമാത്രം ഇദ്ദേഹം ചെയ്യുന്ന പ്ലാന്റേഷനെ പറ്റി പറയാനുള്ള കാരണം അത് ഞാൻ നമുക്ക് തോട്ടത്തിൽ തന്നെ പോയി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രമാത്രം ഞാൻ തന്നെ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്ലാന്റേഷനിൽ. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചത്. മറ്റുള്ളവരിലേക്ക്, ആവശ്യക്കാരിലേക്ക് ഇത് എത്തിക്കണമെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഓക്കെ, പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കൊല്ലം ഭാഗത്ത് മാത്രമാണ് ഇദ്ദേഹം വർക്കെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വീഡിയോ വഴി നിങ്ങൾ ഏത് ജില്ലയിലേക്കായാലും വിളിച്ചാൽ മതി. നല്ല വർക്കുകളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വർക്കുകളാണെന്നുണ്ടെങ്കിൽ ഏത് ജില്ലയിലും നമ്മൾ കൃത്യമായിട്ട് അത് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത്രമാത്രം ഓർഡറുകൾ കിട്ടുന്നു, പ്ലാന്റേഷൻ ഓർഡറുകൾ കിട്ടുന്നു, അത് നമുക്കൊന്ന് തോട്ടം ഒന്ന് വിസിറ്റ് ചെയ്യാം. അങ്ങോട്ട് പോയാലോ? അതെ, തീർച്ചയായിട്ടും നമുക്ക് പോകാം. മോനെ പോയാലോ അങ്ങോട്ട്? നമുക്ക് ഇന്ന് ഇതിനെ ഒന്ന് പരിചയപ്പെടാം. ഇത് നാംഡോക് മായി ഗോൾഡ് എന്ന് പറയുന്ന ഒരു തായ്ലൻഡ് വെറൈറ്റി മാവാണ്. ഈ തായ്ലൻഡ് വെറൈറ്റി മാവ് എന്നതിലുപരി ഇതിനെ നമ്മൾ വളർത്തിയെടുത്ത ഒരു രീതിയാണ് നമുക്കിവിടെ പ്രതിപാദിക്കാനുള്ളത്. ഇത് വളരെ ബുഷിയായിട്ടാണ് നമ്മളിതിനെ വളർത്തിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കടവണ്ണം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് ഏകദേശം 1.5 വർഷം പ്രായമുള്ള ഒരു പ്ലാന്റാണ്. ഈ 1.5 വർഷം പ്രായമുള്ള പ്ലാന്റിനെ ഇത്ര ചെറിയ രീതിയിൽ ഇതിൻ്റെ കനോപ്പിയെ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളിതിനെ വളർത്തിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ മുകളിൽ നിന്നുള്ള സൂര്യപ്രകാശം ഇതിൻ്റെ എല്ലാ ഇലകളിലേക്കും കിട്ടുകയും ഇതിൽ കൃത്യമായ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഈ ഒരു രീതി സാധ്യമാവുകയും ചെയ്യും. നമ്മൾ ഒരിക്കലും പ്രൂണിങ് എന്ന് പറയുന്നത് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കമ്പുകൾ വെട്ടിക്കളയുന്ന ഒരു രീതിയല്ല. തീർത്തും പ്രൂണിങ് എന്ന് പറയുന്നത് മരത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് മരത്തിൻ്റെ മറ്റ് കമ്പുകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്ന കമ്പുകളെ വെട്ടിമാറ്റുകയും ഉൽപ്പാദനമില്ലാത്ത ഡെഡ് എൻഡുകളും അസുഖബാധിതമായ കമ്പുകളെ വെട്ടിമാറ്റുന്നതുമായ ഒരു രീതിയാണ് പ്രൂണിങ് കൊണ്ട് നമ്മൾ അവലംബിക്കേണ്ടത്. ആ ഒരു രീതിയിൽ ഇതിനെ വളർത്തി ബുഷാക്കി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളുടെ ഏത് പ്ലാന്റിനും, അത് മാവായിക്കോട്ടെ, പ്ലാവായിക്കോട്ടെ, റംബുട്ടാൻ ആയിക്കോട്ടെ, ഏത് തന്നെ ആയാലും നമുക്ക് ചെറിയ രീതിയിൽ നമ്മളുടെ കൈ എത്തുന്ന രീതിയിൽ ഇതിൻ്റെ ഉൽപ്പാദനത്തെ ഉപയോഗിച്ചെടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഏത് പ്ലാന്റേഷനിലായാലും ഈ ഒരു രീതിയിലാണ് പ്ലാന്റുകളെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഏറ്റവും ഉൽപ്പാദനക്ഷമതമായ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്.
നമ്മളുടെ കൈയെത്തുന്ന ദൂരത്ത് നിന്നും അല്ലെങ്കിൽ കൈയെത്തുന്ന ഉയരത്ത് നിന്നും നമ്മൾക്ക് കായ്ഫലം എടുക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് അതിൻ്റെ പൂർണ്ണ ഉൽപ്പാദനം നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഏത് പ്ലാന്റ് ആയിക്കോട്ടെ അതിനെ പ്രൂണിങ് ചെയ്ത് പരിപാലിച്ച് കൃത്യമായ രീതിയിൽ കൃത്യമായ അകലത്തിൽ ഇതിൻ്റെ ഒരു കനോപ്പി ഒരു 5 വർഷം കഴിയുമ്പോൾ എത്രമാത്രം എക്സ്റ്റെൻഡ് ആവുമോ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മളുടെ കനോപ്പി എക്സ്റ്റൻഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസുകൾ കീപ്പ് ചെയ്ത് വേണം ഒരു പ്ലാന്റേഷൻ തയ്യാറാക്കാൻ. ആ രീതിയിൽ കൃത്യമായിട്ട് ശാസ്ത്രീയമായ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെയും തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ എല്ലാ പ്ലാന്റേഷനും ചെയ്തു കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധ്യമാക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മളെ ബന്ധപ്പെടുന്ന നമ്പർ ഈ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. നമ്മളിവിടെ പല വെറൈറ്റിയിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയിലാണ് ഈ പ്ലാന്റേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദൽഹാരി എന്ന് പറയുന്ന ഒരു ചാമ്പ ഇനമാണ്. ചാമ്പയിൽ ഏറ്റവും മികച്ച ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം തന്നെയാണ് ദൽഹാരി. ദൽഹാരി നമുക്ക് വളരെ ക്രിപ്സി ആയിട്ടും ഒരു ആപ്പിൾ കഴിക്കുന്ന ലാഘവത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇനമാണ്. നിങ്ങൾ ചാമ്പയിലേക്കാണ് പ്ലാന്റേഷനിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെക്കേണ്ട ഒരു ഇനം കൂടിയാണ് ദൽഹാരി. ഇപ്പോൾ ഇത് ഏകദേശം 1 വർഷവും 7 മാസവും പ്രായമുള്ള ഒരു പ്ലാന്റാണ്. ഇത്രയും ബുഷായിട്ട് ഇത്രയും കൃത്യമായിട്ട് ഇതിനെ നമ്മൾ പരിചരിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം നമ്മൾ നോക്കിയാൽ അറിയാം, ഇതിനകത്തെല്ലാം കായ്ഫലം സെറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ ഫ്ലവറിങ് എല്ലാം വന്ന് കായ്കൾ സെറ്റായി വരുന്ന ഒരു സാഹചര്യത്തിലാണ്. നമ്മൾ കേരളീയർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമാണ് തെങ്ങ്. തീർച്ചയായിട്ടും ഈ പ്ലാന്റേഷനിൽ കുറച്ച് തെങ്ങുകൾ വേണമെന്ന ഒരു റെക്കമെൻഡേഷൻ നമ്മുടെ ക്ലയൻറ്റിൽ നിന്നുണ്ടായിരുന്നു. അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഇനം എന്ന് പറയുന്നത് ഗംഗാബോണ്ടമാണ്. ഗംഗാബോണ്ടം തെങ്ങ് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ക്കും, പക്ഷേ നല്ലപോലെ പരിചരണം ആവശ്യമാണ്. അതുപോലെ തന്നെ ചെല്ലി ആക്രമണം വളരെ കൂടുതലുള്ള ഒരു തെങ്ങിനമാണ് ഗംഗാബോണ്ടം എന്ന് പറയുന്നത്. ഇതിന് കമ്പാരിറ്റീവ്ലി മറ്റ് തെങ്ങുകളെ അപേക്ഷിച്ച് മധുരം കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ ചെല്ലി ആക്രമണം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വെള്ളീച്ച ആക്രമണവും വളരെ കൂടുതലുള്ളൊരു തെങ്ങിനമാണ് ഈ ഗംഗാബോണ്ടം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ജൈവിക രീതിയിൽ ചെയ്യാൻ കഴിയും. അതിന് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പെസ്റ്റോ ഹിറ്റ് നീം NB എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ മെഡിസിനാണ്. ഗ്രീൻ പ്ലാനറ്റ് എന്ന കമ്പനിയുടെ 2 പ്രോഡക്റ്റുകളാണിത്. ഇത് പെസ്റ്റിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുകയും ഇത് പെസ്റ്റിൻ്റെ എഗ്ഗിനെ ഡെവലപ്പ് ആവാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു കോമ്പിനേഷൻ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കോമ്പിനേഷൻ മെഡിസിൻ നമ്മളൊരു 30 മുതൽ 40 ദിവസത്തെ ഇടവേളകളിൽ ഇതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ പോലും ചെല്ലി ആക്രമണത്തെ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. പിന്നീട് നമ്മൾ വെള്ളീച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് വൈറോ ഹിറ്റ്. ഇത് പൂർണ്ണമായിട്ടും വൈറ്റ് ഫ്ലൈയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. തെങ്ങോലകളെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും, വെള്ളീച്ചയുടെ ആക്രമണം വളരെ കൂടുതലാണ് എല്ലായിടത്തും. അതിനെ പൂർണ്ണമായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. അതായത് നമുക്ക് റംബൂട്ടാൻ എല്ലായിടത്തും നമ്മൾക്ക് കാണാം. എല്ലായിടത്തും നെറ്റിട്ട് കവർ ചെയ്താണ് നമ്മളതിനെ സംരക്ഷിക്കുന്നത്. നെറ്റിട്ട് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണം? ആദ്യം ചെടി നമ്മളുടെ കൺട്രോളിൽ വരണം. അതിന് മുകളിലേക്കുള്ള നെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇത് നോക്ക്, നമ്മുടെ കൈ എത്തുന്ന ഉയരത്തിൽ നിന്ന് ഇതിനെ പരിപാലിക്കാനും പറിച്ചെടുക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ ചെടിയെ നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്നത്. എല്ലാ കമ്പിലും നിറച്ച് കായ്ച്ചിട്ടുമുണ്ട്. അതായത് നോക്കിയേ, ഇത് കണ്ടോ ആട്ടോ, ഇതാണ് ബുഷ് എന്ന് പറയുന്നത്. ബുഷ് ഇതേപോലെ ബുഷാക്കി നിർത്തുമ്പോഴാണ് ആ ചെടിയായി മാറുന്നത്. ചെടിയുടെ ഇഷ്ടത്തിൽ വളർത്താതെ നമ്മളുടെ ഇഷ്ടത്തിൽ ചെടിയെ ബുഷാക്കി നിർത്തി ഉൽപ്പാദനത്തിലേക്ക് എത്തിക്കുന്ന രീതി, അതാ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ പ്ലാന്റേഷനിൽ ഞാൻ മാവുകൾ മാത്രം 15 വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 52 വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകളാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് അതിൻ്റെ കനോപ്പി എത്രമാത്രം എക്സ്റ്റെൻഡായി വരുമോ അതിനെ ഓവർലാപ്പ് ആവാത്ത രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം ഉപരി ഇത് പൂർണ്ണമായിട്ടും ജൈവിക രീതിയിലാണ് പരിപാലിക്കുന്നത്. അത് കീടബാധയായിക്കോട്ടെ, രോഗബാധയായിക്കോട്ടെ, വളപ്രയോഗമായിക്കോട്ടെ, പൂർണ്ണമായിട്ടും ജൈവിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ചെടികൾ ചെയ്തെടുക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ രാസവളങ്ങളുടെയും രാസമരുന്നുകളുടെയും പുറകെ പോകുന്നത്? ഇത് നോക്കിയേ, നിലത്തിരുന്നാൽ പോലും മാങ്ങ പറിച്ച് തിന്നാവുന്ന രീതിയിലേക്ക് ഈ ചെടികളെ പ്രൂൺ ചെയ്ത് അറേഞ്ച് ചെയ്ത രീതിയിലാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്.
അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് നിലത്തിരുന്നതിനെ പറിച്ചെടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ചെടിയുടെ ഇഷ്ടത്തിന് വിട്ട് കഴിഞ്ഞാൽ പകുതിയും പക്ഷികൾ കൊണ്ടുപോകത്തേ ഉള്ളൂ. നമുക്ക് ഉൽപ്പാദനം എടുക്കാൻ കഴിയണോ, ഇതുപോലെ പ്രൂൺ ചെയ്ത് ഒതുക്കി പ്ലാന്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ നമ്മുടെ ഈ പാകിസ്ഥാൻ ചൗസ എന്ന് പറയുകയും ആവുന്നതാണ് ഇപ്പോൾ പുതിയ കിളിക്കൂട് ഉണ്ടായിരിക്കുകയാണ്. ഇത് ചെറിയ കുരുവിയുടെ കൂടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മോനെ, ഇതുപോലുള്ള കിളികൾ നമ്മളുടെ പരിസരത്ത് വന്ന് കൂട് വയ്ക്കണമെങ്കിൽ അവയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലൊരു കൂടോ മറ്റുള്ള ജീവികളോ നമ്മളുടെ പരിസരത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇവിടെ പ്രകൃതിക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ദോഷമായിട്ടുള്ള ഒരു വളപ്രയോഗമോ ഒരു പരിചരണ മുറകളോ നമ്മൾ അവലംബിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഇത്തരം ജീവികൾ നമ്മളുടെ കൂടെ തന്നെ ചേർന്ന് മുന്നോട്ട് പോകുന്നത്. നമുക്ക് കൈയെത്തുന്ന ദൂരത്താണ് ഇതിൻ്റെ കൂട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം കാരണം നമ്മളുടെ ഈ ഒരു പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു കൃഷിസ്ഥലം നമ്മൾ സംവിധാനം ചെയ്തത് കൊണ്ട് മാത്രമാണ്. സാധാരണ സപ്പോട്ട മരം എന്ന് പറയുന്നത് ഒരുപാട് ഉയരത്തിലേക്ക് വളർന്നു പോകുന്ന ഒരു മരമാണ്. പക്ഷേ അതിനെ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് ഇതിൻ്റെ സൈഡുകളിലുള്ള ബ്രാഞ്ചുകളെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ച് നല്ലോണം വൈഡ് ചെയ്യിപ്പിച്ച് വളർത്തിയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് കായ്കളും നമുക്ക് സിമ്പിളായിട്ട് പിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ കൈ എത്തുന്ന ദൂരത്തിൽ നിന്ന് അല്ലെങ്കിൽ കൈ എത്തുന്ന ഉയരത്തിൽ ഇതിനെ കട്ട് ചെയ്ത് നിർത്തുന്ന ഒരു രീതിയിലാണ് ഈ പ്രൂണിങ് സംവിധാനം നമ്മൾ ചെയ്തിരിക്കുന്നത്. എവിടെ നിന്നേ കായ്കൾ നമുക്ക് സിമ്പിളായിട്ട് പറിച്ചെടുക്കാൻ കഴിയണം. അപ്പോഴാണ് ഇതിൻ്റെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രയോജനം നമുക്ക് തന്നെ കിട്ടുകയുള്ളൂ. ഇത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മാവ് കോട്ടൂർ കോണം തറയെ കിടക്കുക കണ്ടോ. ഇത്ര ഉയരത്തിൽ നിന്ന് നമുക്ക് മാങ്ങ പിച്ച് തിന്നാൻ കഴിയണം. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ്. ഇതിന് കമ്പാരിറ്റീവ്ലി പുഴുശല്യം കുറവുള്ളൊരു മാങ്ങയാണ്. ഇപ്പോൾ നമ്മൾ ഒരു മാവൊക്കെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാവിനമാണ് കോട്ടൂർ കോണം. ഇത് J33 എന്ന് പറയുന്ന ഒരു പ്ലാവിനമാണ്. ഈ പ്ലാവ് കേരളത്തിൽ കായ്ച്ചിട്ടുള്ള പ്ലാവിനങ്ങളിൽ ഏറ്റവും മധുരമുള്ള ഇനമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഫ്രൂട്ട് പ്ലാന്റ് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാവാണ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു മാവിനം J33 ആണ്. ഒരു 3-3.5 വർഷം എടുക്കും കായ്ക്കാനെങ്കിലും മികച്ച ക്വാളിറ്റിയുള്ള ചുളകൾ ഏറ്റവും മധുരത്തോടു കൂടി ലഭ്യമാകണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് J33 എന്ന് പറയുന്നത്. നല്ല ബുഷായിട്ടുള്ള പ്ലാന്റാണ്, ബുഷായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇത് അബിയു ജയൻ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് നമ്മൾ ഒരു ദിവസം ഇതിൻ്റെ കായ ഉണ്ടായാൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കേണ്ടത്. ഇതിന് വളരെ മധുരമുള്ളൊരു സാധനമാണ്. ഇത് ഞങ്ങളുടെ അച്ഛൻ വന്നപ്പോഴായിരുന്നു ഞാൻ ഇത് കായ്ച്ച് കിട്ടിയത്. അതുകൊണ്ട് അച്ഛന് തിന്നാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. ഇത് ഏകദേശം 2 വർഷത്തോളം പ്രായമായതേ ഉള്ളൂ. 2-2.5 വർഷമാകുമ്പോൾ സീഡ്ലിംഗ് ആണെങ്കിൽ പോലും ഇത് കായ്ക്കുന്ന ഒരു ഇനമാണ്. പക്ഷേ ഇത് നേരിട്ട് കഴിക്കുന്നതിലും നല്ലത് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് അത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് അതിന്, പ്രത്യേക ഒരു ടേസ്റ്റോട് കൂടിയ ഒരു വെറൈറ്റിയാണ്. ഫ്രൂട്ട് പ്ലാന്റുകൾ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് അബിയു എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് കോശേരി എന്ന് പറയുന്ന ഒരു ഇനം മാവാണ്. ഇതിന് കമ്പാരിറ്റീവ്ലി പുഴുശല്യം കുറച്ച് കൂടുതലാണ്. ഇത് മാത്രമല്ല ഇതിൻ്റെ കാലാവധി, ഇത് കായായി ഇത് പഴുത്ത് വരാനുള്ള കാലാവധി കൂടുതലായതുകൊണ്ട് തന്നെ മഴയാവുന്ന ഒരു സീസണിലാണ് ഇത് കായ്ഫലം ലഭ്യമാവുകയുള്ളൂ. ആ ഒരു പോരായ്മ മാത്രമാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. പക്ഷേ അച്ചാറിടാനും മറ്റ് മീൻ പോലെയുള്ളവയ്ക്ക് ഉപയോഗിക്കാനും ഏറ്റവും മികച്ച ഒരു ഇനമാണ് കോശേരി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, അവക്കാഡോ. ഇത്രയും ബുഷിയായിട്ട് നിങ്ങൾ നിർത്താൻ കഴിയുമോ അവക്കാഡോ? അവക്കാഡോ സാധാരണ എല്ലായിടത്തും കാണാം, ഒരുപാട് വലിയ മരങ്ങളായി ഇത് കായ്ക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. ഇത്രയും ബുഷിയായിട്ട് നമ്മൾ ഇതിനെ കായ്പ്പിക്കും, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. അത് തീർച്ചയായിട്ടും അത് കായ്ക്കുന്ന ഒരു ഇനം കൂടിയാണ്. നമ്മളിതിനെ കായ്ച്ചെടുത്തുനിന്ന്, നമ്മുടെ ക്ലൈമറ്റിൽ കായ്ച്ചെടുത്തുനിന്ന് ബഡ് ചെയ്തെടുത്ത തൈ കൂടിയാണിത്. അപ്പോൾ ഇത്രയും ബുഷിയായിട്ടാണ് അത് നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കടവണ്ണം കണ്ടാൽ തന്നെ അറിയാം, വലിയ പ്ലാന്റാണ്. അതിനെ നമ്മൾ ചെറുതാക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മളിനി പരിചയപ്പെടുത്തുന്നത് പ്ലാവിനങ്ങളിൽ വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന ഒരു പ്ലാവിനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കായ്ഫലം തരും. ഇതൊരു ഓൾ സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ചക്ക കഴിഞ്ഞതിന് ശേഷം ഒരു 2 മാസത്തിനകം വീണ്ടും പുതിയ കളകൾ വന്ന് ചക്കകൾ ഉണ്ടാകുന്ന ഒരു പ്ലാവാണിത്. ഇതിൻ്റെ മധുരം കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മധുരവും
ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ്. ഇത് ഏകദേശം 1.5 വർഷം പ്രായമായപ്പോൾ തന്നെ ഇതിനകത്ത് ഉൽപ്പാദനം സ്റ്റാർട്ട് ചെയ്തു. ഈ പ്രാവശ്യം 7ഓളം ചക്കകളുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ചക്കകൾ കിട്ടണമെങ്കിൽ ക്വാളിറ്റിയുള്ള രീതിയിൽ നമ്മൾ ചെടിക്ക് എന്ത് വളമാണോ ആവശ്യം ആ വളപ്രയോഗം ചെയ്യുമ്പോഴാണ് കൃത്യമായ ഒരു ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ പരമ്പരാഗത രീതിയിലുള്ള പല വളപ്രയോഗങ്ങളും ചാണകപ്പൊടി എല്ലുപൊടി പോലെയുള്ളത് ഇട്ടിട്ട് ചെടിക്ക് കൃത്യമായിട്ട് മൂലക ലഭ്യത ഉറപ്പാക്കാൻ കഴിയില്ല. ചെടികൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ മൂലകങ്ങൾ ആവശ്യമാണോ ആ മൂലകങ്ങൾ കൃത്യമായ അളവിൽ കൃത്യമായ ശാസ്ത്രീയമായി കൊടുക്കുമ്പോൾ മാത്രമേ ഒരു ഉൽപ്പാദനം നമുക്ക് സാധ്യമാവുകയുള്ളൂ. അത്തരത്തിലൊരു വളപ്രയോഗ രീതിയാണ് നമ്മളിവിടെ അവലംബിക്കുന്നത്. അതായത് 17 മൂലകങ്ങൾ കൃത്യമായ അളവിൽ ചെടിയെ ബേസ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു തോട്ടം പരിപാലിച്ച് നിർത്തുന്നത്. ഇത് ഇന്തോനേഷ്യൻ്റെ മധു എന്ന് പറയുന്ന ഒരു ചാമ്പയാണ്. ചാമ്പ ഇനങ്ങളിൽ നല്ല മികച്ച മധുരത്തോടു കൂടി നമുക്ക് നമ്മുടെ പ്ലാന്റേഷനിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്ലാന്റാണ് മധു ചാമ്പ. അതുകൊണ്ട് അതിപ്പോൾ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ തവണയാണ് കായ്ക്കുന്നത്. ഇതിനകത്ത് ഇവിടെ എല്ലാം കായ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം കായാണ്. ഇവിടെ എല്ലാം കായ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതും വളരെ ബുഷായിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്ത് സെൻറ്റർ ഭാഗത്ത് വെയിലടിക്കുന്ന രീതിയിൽ സൈഡിലേക്ക് കനോപ്പി എക്സ്റ്റെൻഡ് ചെയ്ത് ബുഷാക്കി നിർത്തിയിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് ബനാന എന്ന് പറയുന്ന ഒരു മാവാണ്. ബനാന മാങ്കോ. ഇത് നമ്മുടെ ഏത്തയ്ക്ക പോലെ തന്നെ നീളത്തിൽ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. മികച്ച ഒരു മാവിനം കൂടിയാണ് ബനാന മാങ്കോ. ഇത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് അഥവാ സ്റ്റാർ ആപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് കണ്ടാൽ ഒരു ഓർണമെൻ്റൽ ചെടിയാണെന്ന് തോന്നും. കണ്ടാൽ ഒരു പൂ പിടിക്കുന്ന ചെടിയാണെന്ന് പോലെ ഇരിക്കും. പക്ഷേ ഇത് ശരിക്കും നല്ല ആപ്പിൾ പോലുള്ള കായ ഉണ്ടാകുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ ഇലയ്ക്കാണ് ഈ അടിയിൽ വേറൊരു കളറും മുകളിൽ പച്ച കളറുമാണ് ഉള്ളത്. അത് ചെടിയുടെ ഒരു വെറൈറ്റിയാണ്. അതെ, ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് പോലെ തന്നെ നമുക്ക് ഏതൊരു പ്ലാന്റേഷനിലും ഉൾപ്പെടുത്താവുന്ന ഒരെണ്ണമാണ്. ഇതിൻ്റെ കായ കട്ട് ചെയ്ത് ഇതിനകത്തൊരു മിൽക്ക് പോലെയുള്ള ഒരു ലിക്വിഡ് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണിത്. എല്ലാവർക്കും അവരുടെ പ്ലാന്റേഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഇനം കൂടിയാണിത്. നമുക്ക് ഇന്ന് നമ്മളുടെ പ്ലാന്റേഷനുകളിൽ ഉപയോഗിക്കുന്ന വളങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊന്നും രാസവളങ്ങളല്ല, പൂർണ്ണമായിട്ടും ജൈവവളങ്ങളാണ്. ഈ വളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും ക്വാളിറ്റിയിൽ നമ്മൾ ഈ പ്ലാന്റേഷൻ മാനേജ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, എല്ലാ പ്ലാന്റേഷനിലും പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വളങ്ങളാണ്. പ്രധാനപ്പെട്ട 3-4 അടിവളങ്ങളെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇത് സോളിഡ് ഫോമിലുള്ള ഭൂമി പവർ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ജൈവിക സർട്ടിഫിക്കേഷൻ ഇന്ത്യൻ ഓർഗാനിക്കിൻ്റെയും അപ്പയുടെയും സർട്ടിഫിക്കേഷനുള്ള പൂർണ്ണമായിട്ടും ജൈവികമായ ഒരു പ്രോഡക്റ്റാണ് ഗ്രീൻ പ്ലാനറ്റ് എന്ന കമ്പനിയുടെ ഭൂമി പവർ. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും പ്ലാന്റേഷനുകളിൽ അടിവളമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ ബേസ് വളമായ പ്രാഥമിക വളങ്ങൾ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോം, പൊട്ടാഷ്. ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ ഭൂമി പവർ. ഈ 3 വളങ്ങളാണ് അടിസ്ഥാന വളം. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്തേക്ക് മൈക്രോബിയൽ ആക്ഷൻ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രീമിയം എന്ന് പറയുന്ന ഫെർട്ടിലൈസറാണ്. ഒരു പ്ലാന്റേഷൻ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യുകയും ആ ഡിസൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഏതൊക്കെ പ്ലാന്റുകളാണോ വയ്ക്കേണ്ടത് ആ പ്ലാന്റുകൾ എത്ര ഡിസ്റ്റൻസിൽ വയ്ക്കണം, അത് 5 വർഷത്തിന് ശേഷം ഓവർലാപ്പ് ആവാതെ എങ്ങനെയാണ് അതിനെ ഈ ഒരു ഏരിയയിലേക്ക് ഡിസൈൻ ചെയ്യേണ്ടത്, ഇതിനെല്ലാം ശേഷം എത്ര അകലത്തിൽ കുഴിയെടുക്കണം, ഈ കുഴിയിലേക്ക് ഏതൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം ആദ്യം തന്നെ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം വളർച്ച തുരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രോ എന്ന് പറയുന്ന ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ഇത് ഒരു ഗ്രോത്ത് സ്റ്റിമുലേറ്ററും സെക്കൻഡറി മൂലകങ്ങൾ സപ്ലൈ ചെയ്യാൻ സാധ്യമാകുന്ന ഫെർട്ടിലൈസറുമാണ്. ഇതും പൂർണ്ണമായിട്ടും ഓർഗാനിക്കാണ്. ഇതും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് പ്രോഡക്റ്റാണ്. നിങ്ങൾ ഇനി പരിചയപ്പെടുത്തുന്നത് സർട്ടിഫൈഡ് ആയിട്ടുള്ള നൈട്രോ കിങ്, NPK സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈട്രോ കിങ് എന്ന് പറയുന്ന ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ഇതെല്ലാം വളരെ ചെറിയ ഡോസിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. 2 മുതൽ 3 ml വരെ പെർ ലിറ്റർ എന്നുള്ള അനുപാതത്തിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്ലവറിങ്ങിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബ്ലൂം എന്ന ഫെർട്ടിലൈസറാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മറ്റൊരു ഫെർട്ടിലൈസർ. ഇതും പൂർണ്ണമായിട്ടും ജൈവിക സർട്ടിഫിക്കറ്റോട് കൂടിയ ഒരു ഉൽപ്പന്നമാണ്. നിങ്ങളിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ പ്ലാന്റേഷൻ ഇത്രയും റിസൾട്ട് തരുന്ന
ഈ വളങ്ങൾ, ഈ ജൈവ വളങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. കേരളത്തിൽ എവിടെയും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതേപോലൊരു പ്ലാന്റേഷൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമ്മളിപ്പം പ്രധാനമായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊല്ലം ജില്ലയാണ്. എന്നിരുന്നാൽ പോലും മറ്റ് ജില്ലകളിൽ കൂടി നല്ലൊരു വർക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ വന്ന് പ്ലാന്റേഷൻ ചെയ്തു തരുന്നതായിരിക്കും. ഈ വളങ്ങളെല്ലാം കൊറിയർ സംവിധാനത്തിലൂടെ തന്നെ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിലവിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. ഇത് കൂടാതെ കാർഷികമായ എന്ത് സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതിനാവശ്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ നമ്മൾ തരുന്നതായിരിക്കും. അതിനെന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, ഏത് മരുന്ന് ഉപയോഗിക്കണം, നിങ്ങളുടെ ഏത് സംശയങ്ങളും കാർഷികപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മളിൽ നിന്ന് എപ്പോഴും ലഭ്യമാകും. നിങ്ങൾക്ക് നമ്മുടെ നമ്പറുമായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ ഞാൻ ഇന്ന് ഈ പ്ലാന്റേഷൻ്റെ ഒരു ഓണർ മിസ്റ്റർ ബിജു എന്ന് പറയുന്ന വ്യക്തിയുടെയാണ് ഈ പ്ലാന്റേഷൻ. അദ്ദേഹത്തിൻ്റെ മോൻ നമ്മുടെ കൂടെ ഉണ്ട്. അലൻ എന്നാണ് മോൻ്റെ പേര്. മോൻ ഈ പ്ലാന്റേഷനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. ആരെങ്കിലുമൊക്കെ വരാറുണ്ടോ ഇത് നമ്മൾ കാണുന്നതിന്? കാരണം ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ ഒരുക്കി ഇടുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? അതോ നമ്മൾ വീട്ടുകാർ മാത്രമാണോ ഇത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കാണുന്നത്, അല്ലെങ്കിൽ ഇവിടെ റെസ്റ്റ് എടുക്കുന്നത്? ഉണ്ട്. എൻ്റെ ഇവിടെ അടുത്തുള്ള പല സുഹൃത്തുക്കളും സ്കൂളിൽ നിന്നുള്ള സുഹൃത്തുക്കളും ഇവിടെ വരാറുണ്ട്. റിലേറ്റീവ്സൊക്കെ ഇപ്പോൾ ഇതിൻ്റെ പുരോഗമനം കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വരുന്നവരുണ്ട്. ഇതൊരു കായ്കൾ കാണുമ്പോഴും അവർക്കും ഒരു ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്കും അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതിന് കായ ഉണ്ടായോ, അത് അവർക്ക് കഴിക്കാൻ കൊടുക്കാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാറുമുണ്ട്. ഈ ചെടികളെല്ലാം ഇപ്പോൾ പുനർജനി ടീമിൻ്റെ മെയിൻ്റെനൻസിനാണ് നടക്കുന്നത്. അവർ മാസം തോറും ഓരോ മെയിൻ്റെനൻസും ചെയ്യാറുണ്ട്. മരുന്ന് വേണമെങ്കിൽ മരുന്നും ചെയ്യാറുണ്ട്. അല്ലാതെ വെട്ടി നിർത്താനാണെങ്കിൽ വെട്ടി നിർത്താറുമുണ്ട്. അങ്ങനെ വെട്ടി നിർത്തിയോണ്ടാണ് ഇപ്പോൾ എല്ലാ ചെടികളും ബുഷായിട്ടും വളരെ കായ്ഫലത്തോടും കൂടി കിളിച്ച് നിൽക്കുന്നത്. അതിന് ഈ വെട്ടി നിർത്തുക എന്ന് മോൻ ഉദ്ദേശിച്ചത് പ്രൂണിംഗ് ആണ്. അതായത് കൃത്യമായിട്ട് ഒരു ചെടിയെ എത്രമാത്രം വളർത്തണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ചെടിയുടെ ഇഷ്ടത്തിനാണ് സാധാരണഗതിയിൽ എല്ലായിടത്തും വളർത്തിവിടുന്നത്. അങ്ങനെ വളർത്തിവിടുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഉൽപ്പാദനം നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ സാധ്യമാകില്ല. നമ്മളുടെ കൺട്രോളിൽ ചെടിയെ നിർത്തി അതിനെ ഉൽപ്പാദനത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് പുനർജനി അവലംബിക്കുന്നത്. അത് കസ്റ്റമറിലേക്ക് എത്തിക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് ഈ തോട്ടത്തിൽ കാണാൻ കഴിയുന്നതും. അതാണ് നമ്മൾ അവരിലേക്ക് ഓഫർ ചെയ്തതും. മോനെ, പുനർജനി നമ്മളുടെ ടീമിൻ്റെ സർവീസിൽ നിങ്ങൾ ഹാപ്പിയാണോ? നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ നല്ലതുപോലെയാണോ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്? ഞങ്ങളുടെ പ്രവർത്തികൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഞങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡാണ്. ഇപ്പോൾ ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇത്രയും ഭംഗിയായും ഇത്രയും വലുതായും ഇത് ഉണ്ടാവുന്നത്. ചെറിയൊരു പ്ലാൻ മാത്രമായിരുന്നു ഇത്. അച്ഛൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ചെറിയൊരു പ്ലാൻ. അതിനെ ഇത്രയും വലുതാക്കി എടുത്തതിന് ഞങ്ങൾ പുനർജനി ടീമിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. താങ്ക് യു മോനെ, താങ്ക് യു. ഇത്രയും നേരം നമ്മളോട് നിന്നതിന് വളരെ നന്ദി. അപ്പോൾ ഇനിയും തുടർന്ന് നമ്മളുടെ എല്ലാവിധ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. നമ്മൾ ഇതിനെ ഒരു പൂങ്കാവനമാക്കി മാറ്റും. ഞാനിവിടെ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. ഇദ്ദേഹത്തിൻ്റെ പേര് ടൈറ്റസ് എന്നാണ്. എന്നെ ഈ പ്ലാന്റേഷനിലേക്ക് ഇതിൻ്റെ ഓണർക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ടൈറ്റസ് ഏട്ടൻ. അപ്പോൾ ടൈറ്റസ് ഏട്ടൻ ഇല്ലാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ടൈറ്റസ് ഏട്ടന് എന്താണ് നമ്മളെപ്പറ്റി പറയാനുള്ളതെന്നും ഈ പ്ലാന്റേഷനെ പറ്റി പുള്ളിയുടെ ഒരു അഭിപ്രായം എന്താണെന്നും തീർച്ചയായിട്ടും നമുക്കൊന്നറിയാം. ഇത് കാട് പിടിച്ച് കിടന്ന ഒരു 30 സെൻറ്റ് സ്ഥലമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓണർ ബിജുവിന് കൃഷി ഒരു പാഷനാണ്. ഈസ് എ ബിസിനസ് മാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ എന്താണ് ഇത് ചെയ്യാനൊരു മാർഗം. അപ്പോൾ ഞാൻ പലരോടൊക്കെ തിരക്കി. അങ്ങനെ ഒരു കൃഷി ഓഫീസർ, രഞ്ജു എന്നൊരു കൃഷി ഓഫീസർ, എന്നാൽ ലില്ലയിലുള്ള രഞ്ജു എന്ന കൃഷി ഓഫീസറാണ് പറയുന്നത്, ഇങ്ങനെ ദീപൻ എന്നൊരു ഫാം കൺസൾട്ടൻ്റ് ഉണ്ട്, അദ്ദേഹം ഇങ്ങനെ ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഇവിടെ വന്നു, ഇത് കണ്ടു. അപ്പോൾ അന്നേരം ഈ അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇതിനകത്ത് നമ്മൾ സാധാരണ രീതിയിൽ അങ്ങ് നടാമെന്നൊക്കെ കരുതി ഇരുന്നതാണ്. അപ്പോൾ അദ്ദേഹം വന്ന് അതിൻ്റെ നിശ്ചിത ദൂരത്തിൽ കുഴികളെടുക്കണം, അങ്ങനെ ഒരു ശാസ്ത്രീയമായി ഈ ഫലവൃക്ഷങ്ങൾ വളർത്തുന്ന രീതിയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഞങ്ങൾക്ക് തരികയും, അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ആദ്യ സംഭാഷണത്തിൽ, പിന്നെ ഓണർ ബിജുവായിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹത്തിനൊരു ആത്മവിശ്വാസം വന്ന് ഇദ്ദേഹത്തെ കൊണ്ട് പറ്റും. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ തുടങ്ങി. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എന്തെല്ലാം ഞങ്ങളോട് പറഞ്ഞ് കൃത്യമായി, അതായത് നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുമ്പോൾ അവർ ഏതെന്തായി തീരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇദ്ദേഹം നമ്മളോട് പറഞ്ഞ് ഇന്ന മരം ഇത്ര മാസം ഇന്ന രീതിയിൽ പൂക്കും, ഇന്ന രീതിയിൽ കായ്ക്കും,
അപ്പോൾ അത് കൃത്യമായി അത് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് പോലും എനിക്ക് തോന്നുന്നു 1.5 മാസം മുമ്പ് ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് വളമിട്ടു. എന്നിട്ട് ഞങ്ങൾ ചേട്ടാ നോക്കിയോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കിയോ, ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സഡനായി പൂക്കുകയും കായ്ക്കുകയും ചെയ്തു. പിന്നെ ഈ തെങ്ങ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്ന് കണ്ടു. അദ്ദേഹം ഇത് കണ്ടിട്ട് ഈ തെങ്ങ് ഇത്രയും ഹെൽത്തി ആയിട്ട് വളരുന്ന തെങ്ങുകൾ പുള്ളി കണ്ടിട്ടില്ലെന്ന് പറയും. അതൊരു മാവ് അതിൻ്റെ ഒരു അപ്പോൾ വളർന്നുള്ള ആ നിൽപ്പ് വലിയ ഉയരത്തിലേക്കൊന്നും പോകാതെ കൃത്യമായ ഒരു അടുക്കും ചിട്ടയോടും കൂടി അത് സ്വയം വളരുന്നു എന്നത് അത് ദീപൻ്റെ ഒരു കൃഷിയെക്കുറിച്ചുള്ള ധാരണയും അതിൻ്റെ ഒരു ദീർഘവീക്ഷണമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വളരെ നല്ല സർവീസാണ്. ഈവൻ ചില പേയ്മെൻറ്റിൽ പോലും ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. സാധാരണ ഇത് പോരാന്ന് തലചോറി നിൽക്കുന്ന സ്ഥലത്ത് അദ്ദേഹം തിരിച്ചു കൊടുത്തെന്നാണ് എന്നോട് ഇതിൻ്റെ ഓണർ ബിജു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു വേറിട്ട രീതിയാണ്. ഞാൻ പലരെയും ഇപ്പോൾ ഇതിനകം തന്നെ ദീപനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ 1-2 പേർക്ക് ദീപൻ ഒരു കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തനം തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇത് നന്നായി വന്നു. കുറേ കൂടി ഏകദേശം ഇപ്പോൾ 2 വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഈ 2 വർഷത്തിൽ ഓൾമോസ്റ്റ് മിക്ക ഫലങ്ങളും ഞങ്ങൾ എടുത്തു തുടങ്ങി. റെഡ് ലേഡി, പിന്നെ അബിയു, മാവായി കഴിഞ്ഞു, അങ്ങനെ പലതും. അത് കൃത്യമായി ഒരു ഫലം തരാനും മാനസിക ഒരു ഉല്ലാസം ഞങ്ങൾക്കും പലരും ഇപ്പോൾ ഇവിടെ കാണാൻ വരുന്നുണ്ട്. അത് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വന്ന് കാണുന്ന പലരും ഇങ്ങനെയാണല്ലോ നടാവുന്നത്, അതുകൊണ്ടാണ് അവർ പോലും ഇവിടെ എത്തിയത്. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് കൂടുതൽ പേര് ഇത് വന്ന് കണ്ട് കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ ഈ തോട്ടം സഹായമാകുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ പ്രതീക്ഷ. കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കഴിയും. അത് സഹായിക്കാമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട്, ശരിയല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാർഷികപരമായിട്ടുള്ള എന്ത് സംശയങ്ങളും കൃത്യമായ ഒരു തേർഡ് പാർട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോസോ ഫോട്ടോസോ അയച്ച് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രിത്തേക്ക് മുമ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മറുപടി തരാൻ എന്നെക്കൊണ്ട് കഴിയും എന്നൊരു വിശ്വാസത്തിൽ ഞാൻ എഗ്രി ചെയ്യുന്നു. നിങ്ങളുടെ കാർഷികപരമായിട്ടുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും അത് അയച്ചു തരാവുന്നതാണ്. ഈ അറിവുകൾ പകരുന്നതെല്ലാം പൂർണ്ണമായിട്ടും സൗജന്യം. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും സൗജന്യമാണ്. ഇതിന് നമ്മൾ അതെ ഇതിന് ഒരിക്കലും പേയ്മെൻറ്റ് മേടിച്ചുകൊണ്ടോ പെയ്ഡ് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലല്ല നമ്മൾ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മൾ ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ കാർഷികതരമായ സംശയങ്ങൾക്കുള്ള നിവാരണം തീർത്തും ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നെ കണ്ടില്ലേ ഈ രീതിയിലുള്ള പ്രൂണിങ്ങിനെ പറ്റിയുള്ള പ്രൂണിങ്ങിനെ പറ്റിയുള്ള എന്ത് സംശയവും ചോദിക്കാം. അതെ, കാർഷികപരമായിട്ടുള്ള പ്രൂണിങ് ആയാലും വളപ്രയോഗമായാലും അതിൻ്റെ മെയിൻ്റനൻസ് ആയാലും അതിൻ്റെ കീടരോഗ നിയന്ത്രണങ്ങളായാലും അസുഖങ്ങളായാലും ഏത് തരത്തിലുള്ള സംശയങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ആ വാട്സപ്പ് നമ്പർ തന്നെയാണത്, അതിൽ ചോദിക്കാവുന്നതാണ്. ഒരുപാട് കോളുകൾ വരുന്നുണ്ടാവും. അതെ, കോളുകൾ പരമാവധി ഒഴിവാക്കുക. നമ്മൾ പലതര ആക്ടിവിറ്റിയിൽ ഇൻവോൾവ്ഡ് ആണ്. വാട്സപ്പിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഫോട്ടോസോ വീഡിയോസോ അയച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.